സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ മനോഹരമായി ജിതിൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജിതിൻ തന്നെ പ്രസംഗം തുടരുകയായിരുന്നു നല്ലത്. കാരണം ഞാൻ കുറേ ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രയും പ്രസംഗങ്ങളുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു വികസന രേഖ പ്രകാശനം ചെയ്യാം എന്ന് കരുതി എത്തിച്ചേർന്നതാണ്. ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിനല്ല ഞാൻ വന്നത്. എന്നിരുന്നാലും ഇവിടെ ജിതിൻ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ഞാൻ തുടങ്ങാണ്. ജിതിൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഭയപ്പെടുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി പിരിച്ചുവിട്ടുകൂടെ എന്ന ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇപ്പൊ പിരിച്ചുവിടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നാവും. അവരൊന്നായി അവരൊരു ഗ്രൗണ്ടിൽ നിൽക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഒരു ഭാഗത്തും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA മറുഭാഗത്ത് നിന്നാലും വിക്കറ്റ് ഞങ്ങൾ വീഴ്ത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ തൃശ്ശൂരിൽ പറഞ്ഞു 75,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ശ്രീമാൻ സുരേഷ് ഗോപി ജയിച്ചത്. അവിടെ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും BJPക്ക് വോട്ട് ചെയ്തു. അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മുഴുവൻ ആഗ്രഹിച്ചത് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നാണ്. അതവൾ നൽകി. ഞാൻ ആലപ്പുഴയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങൾ 38% വരുന്ന വോട്ട് ഈ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ മഹാപ്രസ്ഥാനത്തിന് വീടിനകത്തിരുന്ന് ഭയപ്പെട്ടുകൊണ്ടും കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് തന്നിട്ടുണ്ട്. കരുവാറ്റ, ആലപ്പുഴയില് കരുവാറ്റ പഞ്ചായത്ത്, ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ സ്ഥലമാണ്. ആ കരുവാറ്റ പഞ്ചായത്ത് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി, പക്ഷേ 1ാം സ്ഥാനം BJPക്ക്. കണ്ടല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്, 1ാം സ്ഥാനം BJPക്ക്. എന്താ അർത്ഥം? അതിനർത്ഥം വീടുകൾക്കകത്തിരുന്നു കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാക പിടിക്കാതെയും കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും പരാജയപ്പെടുത്താമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നിൽ നിങ്ങൾ കാണിച്ചു തന്നു. പക്ഷേ വലിയ നേതാക്കന്മാര് അവരങ്ങനെ പിരിച്ചുവിടാനൊന്നും പോകുന്നില്ല പെട്ടെന്ന്. കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ. സോണിയ മാഡം പിണറായി വിജയനെ ഫോൺ വിളിക്കും. വിളിച്ചിട്ട് പറയും, മിസ്റ്റർ പിണറായി, നമ്മൾ ഒന്നാണ്. അപ്പൊ പിണറായി വിജയൻ MA ബേബിയോട് ചോദിക്കും, എന്താണോ അവിടെ പോയിട്ടുണ്ടായത്? അപ്പൊ MA ബേബി പിണറായി വിജയനോട് പറയും, നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. എന്താ കാര്യങ്ങള്? ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ഞാനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം നമ്മുടെ നേതാക്കന്മാരെല്ലാം അഖിലേന്ത്യാ തലത്തിൽ ഒന്നാണെന്ന് പിണറായി വിജയനോടും VD സതീശനോടും എല്ലാം ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒന്നാം തരം കാര്യങ്ങളാണ്. UPA ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഒന്നാം UPA ഗവൺമെന്റിനെ സൃഷ്ടിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. അവരുടെ പാർട്ടിക്കാരാണ്. ഇവിടെ നിന്ന് പാലക്കാട് കഴിഞ്ഞ് അവർ അപ്പുറത്തെത്തി ഡൽഹിയിൽ ചെന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണമുണ്ടായപ്പോ UPA ഗവൺമെന്റിനെ പിന്താങ്ങാൻ വേണ്ടി ഇവിടുത്തെ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് കൊടുത്ത് ജയിച്ച, ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർ എല്ലാവരും ചേർന്ന് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ല പ്രധാനമന്ത്രിയെ, BJPയുടെ ഭരണത്തെ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 1ാം UPA ഗവൺമെന്റിനെ പിന്താങ്ങാനാണ് അന്നത്തെ സുർജിത്തും പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ യെച്ചൂരിയും ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ആ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങളുടെ പാർട്ടി പടവലങ്ങ പോലെ കീഴ്പോട്ട് വളർന്നു. നിങ്ങളുടെ പാർട്ടിക്ക് MP-മാരുടെ എണ്ണം കുറഞ്ഞു. ഒരു കപ്പലണ്ടി പൊതി വാങ്ങി കൊണ്ടുപോയി അത് കഴിച്ച് മിണ്ടാതെ പാർലമെന്റിൽ ഇരിക്കുന്ന ഒരാളല്ലേ
കേരളത്തിൽ നിന്ന് ജയിച്ച് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു സാഹചര്യം അതിനുശേഷം ഉണ്ടായത്? ആലപ്പുഴക്കാരൻ അല്ലെ, ഒരേ ഒരു MP നിങ്ങളുടെ കയ്യിൽ 1/2 ഡസനോളം വരുന്ന ആളുകളെ ജയിപ്പിക്കാനുള്ള സംഘടിത ശേഷി ഉണ്ടായിട്ട് നിങ്ങൾ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഇവിടെ നിന്ന് ജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയതെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തതിന്റെ കൂലിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളുടെ പാർട്ടി ത്രിപുരയിൽ പരാജയപ്പെട്ടു, നിങ്ങളുടെ പാർട്ടി പശ്ചിമ ബംഗാളിൽ പരാജയപ്പെട്ടു, നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ത്രിപുരയിലും പോയി പശ്ചിമ ബംഗാളിലും പോയി, ആകെയുള്ളത് ഇപ്പൊ കേരളത്തിലാണ്. കേരളത്തിൽ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ നടന്നു പോവുക, ഡൽഹിയിലൂടെ നടന്നു പോകുമ്പോ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ചിരിക്കും, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ചിരിക്കും, ഗുജറാത്തിലെ മുഖ്യമന്ത്രി ചിരിക്കും, കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസുകാരൻ വരെ ചിരിക്കും. എന്നിട്ട് പറയും, നടന്നു പോണ കണ്ടോ, കള്ളനാണ് പിണറായി വിജയൻ, കള്ളക്കടത്താണ് ജോലി എന്ന് മുഖ്യമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ച് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കളിയാക്കി ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞാനും നിങ്ങളും കണ്ടു. എങ്ങനെയൊക്കെ കളവ് നടത്തി. ബിരിയാണി ചെമ്പിലാണ് കൊണ്ടുവന്നത് സ്വർണം എന്ന് പറഞ്ഞത് വീണയുടെ കൂട്ടുകാരി സ്വപ്ന സുരേഷാണ്, പറഞ്ഞില്ലേ? ആ സ്വപ്ന സുരേഷിനെ നാട് കടത്തി, സ്വപ്ന സുരേഷിന് കൊട്ടേഷൻ കൊടുത്തു. സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ആ സ്വപ്ന സുരേഷിന് വേണ്ടി കേസ് നടത്തുന്നത് നല്ല തന്റെ ഇടമുള്ള ഇവിടത്തെ ഹിന്ദു വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു RSSകാരന്റെ മുന്നിലാണ് അഭയം തേടിക്കൊണ്ട് സ്വപ്ന സുരേഷ് കടന്നു വന്നത്. ആ സ്വപ്ന സുരേഷ് ഇന്നും ജീവിച്ചിരിക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ്. ആ സ്വപ്ന സുരേഷ് പറഞ്ഞു, ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നു. ജലീല് വേറൊരു കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ടാ? പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു MLA അൻവർ എന്താ പറഞ്ഞത്? 20,000 കോടി രൂപ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. എവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്? ആഫ്രിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആരുടെ പണമാണ്? ഇടതുപക്ഷക്കാരൻ ചോദിച്ചോ? വലതുപക്ഷക്കാരൻ ചോദിച്ചോ? ഇല്ലല്ലോ. 20,000 കോടി രൂപ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കുടുംബക്കാരുടെയും മകന്റെയും മകളുടെയും പിന്നെ മകന്റെ ബന്ധുക്കളുടെയും ഉൾപ്പെടെ അൻവറിനെ ഏൽപ്പിച്ചു കൊടുത്ത അൻവർ അവിടെ സ്വരൂപിച്ച് കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അൻവർ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലാണ് പറഞ്ഞത്. 20,000 കോടി രൂപ അസറ്റ് ഉണ്ട്, 20,000 കോടി രൂപ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ കേരള പോലീസിനെ പിടിക്കാത്തത്? എന്താ അൻവറിനെതിരെ കേസെടുക്കാതിരുന്നത്? എന്താ അൻവറിനെ കുറ്റവിചാരണ ചെയ്യാതിരുന്നത്? കുറ്റവിചാരണ ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോ മരുമകൻ റിയാസോ മകള് വീണയോ മകൻ വിവേകോ പോയി കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് കഥകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അൻവർ പുറത്തു പറയും. പിണറായി വിജയന്റെ തുണി ഉഴിച്ചു കളയും കേരളത്തിന്റെ മധ്യത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാത്തത്, ചോദ്യം ചെയ്യാത്തത്. അങ്ങനെയുള്ള അഴിമതികൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കണം. നിങ്ങളുടെ AK ഗോപാലൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ AK ഗോപാലൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോ റോഡിൽ എവിടെയെങ്കിലും ഒരു സമരം നടക്കുന്നത് കണ്ടാൽ AK ഗോപാലൻ ആ റോഡിലേക്ക് വരും. ആ റോഡിൽ വന്ന് സമരം നടത്തുന്നത് ആരെയാവട്ടെ, ആ സമരഭൂമിയിലേക്ക് കടന്നു വന്ന AK ഗോപാലൻ ചോദിക്കുമായിരുന്നത്രേ, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു AK ഗോപാലൻ. ആ AK ഗോപാലന്റെ പാർട്ടിയുടെ നേതാവ് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി. ആ യാത്ര നടത്തി ബസ്സുമായിട്ട് യാത്ര നടത്തിയിട്ട് ഏതെങ്കിലും ഒരു സാധാരണ തൊഴിലാളിയുടെ പുറത്തു തട്ടിയോ? ഏതെങ്കിലും ഒരു കർഷക തൊഴിലാളി സ്ത്രീയുടെ കൈ പിടിച്ചോ? നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സാധിച്ചോ? തയ്യാറായില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര, ബസ്സിൽ കയറാൻ ഒരു ലിഫ്റ്റ്, അല്ലെ? എന്നിട്ടോ നരേന്ദ്രമോദിയെ കണ്ടോ നിങ്ങള്? നരേന്ദ്രമോദി ഒരു യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ ഒരമ്മ സ്റ്റേജിലേക്ക് കടന്നു വന്ന് നരേന്ദ്രമോദിജിയോട് കഥ പറയുന്ന ചായ കച്ചവടം നടത്തുന്ന ഒരു അമ്മയെ അദ്ദേഹം കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ആളുകൾക്ക് കൈ കൊടുക്കുന്നു, ആളുകളുടെ പ്രശ്നം കേൾക്കുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറാകുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് റോഡിലൂടെ നടക്കാൻ പേടിയാണ്. കറുത്ത വസ്ത്രമുടുത്തവരെ മുഴുവൻ പേടിയാണ്. പോലീസ്
കറുത്ത ബനിയനിട്ട ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ എങ്ങനെ സാധാരണക്കാർക്ക് നിൽക്കാൻ പറ്റും? എങ്ങനെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കും? നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഓട്ടോറിക്ഷയ്ക്കും നിങ്ങളുടെ വീടിനും അല്ലെ നിങ്ങളുടെ സ്ഥലത്തിനും സൊസൈറ്റിയിലൂടെ ലോൺ തന്നതിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ ഇത് നിയമമാണ്. സഹകരണ സംഘങ്ങൾ കെട്ടിപ്പൊക്കിയത് ഇവിടുത്തെ പാവപ്പെട്ടവന് പെട്ടെന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ സഹകരണ സംഘങ്ങളിൽ നിങ്ങളുടെ ഭൂമി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ തലവയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ പറയുകയാണ്, ആ ഭൂമി നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ ഭൂമി ആ സഹകരണ സംഘത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തണം. ഇരിങ്ങാലക്കുടയിലെ കരുവന്നൂരിലെ സഖാക്കന്മാരെ പണയം വെച്ച ഭൂമിയുണ്ടല്ലോ, ആ പണയം വെച്ച ഭൂമി അവിടെ ചെല്ലുമ്പോ കാണുന്നില്ല. ആ ഭൂമി വെറും 5 ലക്ഷം വാങ്ങിയവൻ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോ, ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തലവിലെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ആ ഭൂമി 25 ലക്ഷത്തിന് 5 ലക്ഷം വെച്ചവന്റെ ഭൂമി 25 ലക്ഷത്തിന് ബാങ്കിന്റെ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് 20 ലക്ഷം അവൻ പിരിച്ച് നിങ്ങളുടെ പാവപ്പെട്ടവരുടെ പണം പോക്കറ്റിലിട്ടു. പിന്നെയോ കോടിക്കണക്കിന് രൂപ അവിടെ നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചു. ചാക്കിൽ കെട്ടി കോടിക്കണക്കിന് രൂപ ഇരിങ്ങാലക്കുടയിലെ സൊസൈറ്റിയിൽ വന്നപ്പോ ആ മിനിറ്റ്സ് ബുക്ക് കൊടുത്തു. മിനിറ്റ്സ് ബുക്കില് പറഞ്ഞ സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുത്തു. ആര്? CPI-യുടെ നേതാവും നേതാവിന്റെ ഭാര്യയും CPIM-ന്റെ ഒരു പാവപ്പെട്ട സ്ത്രീയും. അവരായിരുന്നു ബാങ്കിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും. ആ 2 സ്ത്രീകളെയും ജയിലിൽ അടച്ചു. 2 സ്ത്രീകളും ജയിലിൽ പോയി. 2 സ്ത്രീകളും ജയിലിൽ പോയപ്പോ സഖാക്കന്മാർ വിചാരിച്ചു എന്താണെന്നറിയുമോ, ഞങ്ങളുടെ നേതാക്കന്മാര് വലിയ നേതാക്കന്മാരാരും ഉണ്ടാകില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ സുഹൃത്തുക്കളെ, ആ സ്ത്രീകൾക്ക് അവര് പരോളിൽ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോ ആ സ്ത്രീകൾ 2 പേരും കാണാൻ വേണ്ടി അന്വേഷിച്ചു പോയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-യുടെ വീട്ടിലേക്കല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലേക്കല്ല. ആ സ്ത്രീകൾ ഓട്ടോറിക്ഷ വിളിച്ചു വന്നത് BJP-കാരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ കാണാനാണ്. എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയുമോ, എന്റെ ജീവന് വിലയുണ്ട്, എന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം. നിങ്ങൾക്കറിയോ, ആ സ്ത്രീകൾ സ്വന്തം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് ഈ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല പ്രവർത്തകന്മാരുടെ ഭാര്യമാരെ ജയിലിലിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കരുവന്നൂരിൽ സതീശനും അരവിന്ദാക്ഷനും മന്ത്രി മൊയ്തീനും അങ്ങനെയുള്ള മുഴുവൻ ആളുകളും പരിശ്രമിച്ചപ്പോ ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് വണ്ടി കയറി ED-യുടെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ആരുടെ തവണ പോയതെങ്കിൽ അതിന്റെ ഫലമായിട്ട് ചോദിക്കുകയാണ് മാർക്സിസ്റ്റുകാരൻ, എവിടെ പോയി നിങ്ങളുടെ ED മൊയ്തീനെ പിടിച്ചോ? ED പിണറായി വിജയനെ പിടിച്ചോ? ED കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി. ആ സമയത്ത് ചോദിച്ചതാണ്, എന്താ ED കോടിയേരി ബാലകൃഷ്ണനെ പിടിച്ചോ? ഇപ്പൊ പിടിച്ചില്ലെങ്കിലും കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അല്ലെ. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അംബാനിയുടെ സഹോദരൻ ആരെയാണ്, അനിൽ അംബാനിയെ പിടിച്ചതെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഞങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും. ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കൈകളിലിരിക്കും. അന്ന് നിന്നെയൊക്കെ പിടിച്ച് ജയിലരികൾക്കകത്തിട്ട് പൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ ആത്മഹത്യ ചെയ്തു, CPI-കാരൻ ആത്മഹത്യ ചെയ്തു, സഖാക്കന്മാർ മരിച്ചു. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെല്ലാവരും ചേർന്ന് ജയ് വിളിച്ച് പടുത്തുയർത്തി വളർത്തി വലുതാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ തൃശ്ശൂരിലെ, ആ ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി നിങ്ങൾ ജയ് വിളിച്ചു. അവൻ കേസിലെ പ്രതിയല്ലേ, അവൻ കള്ളനല്ലേ. മറ്റൊരാളുണ്ട്, ആരാ? ആലത്തൂരിലെ മുൻ MP ബിജു ആണ് അന്വേഷണ കമ്മീഷനായിട്ട് പോയത്. യന്ത്രം ബിജുവിന്റെ കയ്യിലായിരുന്നു. ബിജു അന്വേഷണ കമ്മീഷനായിട്ട് ചെന്നിട്ട് ബിജു പറഞ്ഞു, ബിജുവിന് ഒരു ഡോക്ടറേറ്റ് വേണം. എന്തിനാ? ബിജുവിന് ഡോക്ടറേറ്റ് വേണം. ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോലി നേരത്തെ കൊടുത്തതാണ്. മുന്തിയ യൂണിവേഴ്സിറ്റിയിൽ ജോലി കൊടുത്തു. MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. ഉപദേശകൻ രാകേഷ് കണ്ണൂക്കാരൻ അവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. പിന്നെ ജയരാജന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. പിന്നെ ആ കയ്യില്ലാത്ത ജയരാജന്റെ അമ്മാമന്റെ മകൾക്കും മകനും ജോലി കൊടുത്തു. ഇങ്ങനെ നാട് മുഴുവനുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും കുടുംബക്കാർക്കും ജോലി കൊടുത്തപ്പോ നിങ്ങളുടെ മകനും മകളും PhD കഴിഞ്ഞ് പോസ്റ്റ്
വന്ന് മൊഴി കൊടുത്തത് മറ്റൊരാൾ അവിടുത്തെ സെക്രട്ടറിയാണ്, സഹകരണ സംഘത്തിലെ സെക്രട്ടറി മിസ്റ്റർ സുരേഷ്. നിങ്ങൾക്കറിയോ, സുരേഷിന് കൊട്ടേഷൻ വെച്ചു. സുരേഷിന് കൊട്ടേഷൻ വെച്ചപ്പോ ഇരിങ്ങാലക്കുട അങ്ങാടിയില് ഞങ്ങളുടെ ശ്രീമാൻ സുരേഷ് ഗോപി അങ്ങാടിയിൽ ചെന്ന് ആ പ്രസംഗത്തിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരന്റെ ശരീരത്തിൽ കരിവന്നൂർ കേസിൽ മൊഴി പറഞ്ഞതിന്റെ പേരിൽ ഒരു പൂഴിത്തരി വീണാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പച്ചയ്ക്ക് ഞങ്ങൾ പ്രസംഗിച്ചപ്പോഴാണ് മിസ്റ്റർ സുരേഷിനെതിരെ ചൂണ്ടിയ കൈകൾ അതവർ താഴേക്കിട്ടത്. ഇന്ന് ആ സുരേഷ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ഷാലിട്ട് സ്വീകരിച്ച് മത്സരിപ്പിക്കുകയാണ്. ഞങ്ങൾ ആ സുരേഷിനെ പോലെ തലവയിലെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ, നല്ലവരായ മനുഷ്യർ, നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരണം. കാരണം എന്താണെന്ന് അറിയുമോ? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വഞ്ചി ഉണ്ടല്ലോ, വഞ്ചി, വള്ളം അല്ലെങ്കിൽ വഞ്ചി, അതില് ഓട്ട വീണ് കഴിഞ്ഞു, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് മുന്നോട്ട് പോയാൽ മുങ്ങും, ഒരു തർക്കവും വേണ്ട. തൊട്ടടുത്ത് നരേന്ദ്രമോദി ഒരു കപ്പൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, സഹായിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ വഞ്ചിയിൽ നിന്നൊന്ന് താഴെ ഇറങ്ങി ഞങ്ങളുടെ കപ്പലിൽ അങ്ങോട്ട് കയറുക. അങ്ങനെ ഈ കേരളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ട പ്രവർത്തകരെ ചതിച്ചു നശിപ്പിച്ച, പുത്തുപാള അടിപ്പിച്ച ഈ കേരളം ഉണ്ടല്ലോ, ഈ കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കള്ളന്മാർക്ക് കാരാഗ്രഹം കൊടുക്കണമെന്ന് തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് ഒരു ചോദ്യചിഹ്നം ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ചോദ്യം ചോദിച്ചവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ. എന്നാൽ ആലപ്പുഴയിൽ പറഞ്ഞല്ലോ, ജിതിൻ അറിയാം, ജിതിൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. മാനവൻ സുരേഷ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അവിടെ എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും ഒക്കെ വോട്ട് അങ്ങനെ ഡബിൾ ആയപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങള് കളമറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. കളമറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ കളമറയ്ക്കാൻ ഗോവിന്ദ മാഷ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, ആരാ കളമറയ്ക്കാൻ തീരുമാനിച്ചത്? ഒരു സിനിമയില്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയില് മോഹൻലാല്, അല്ലെ, ആ മോഹൻലാലിന്റെ മുന്നിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകനും ഭാര്യയും കൂടിയിട്ട് കടന്നു വരുമ്പോ മോഹൻലാലിന്റെ വെളുത്ത ഷർട്ടില് ചോര. അപ്പൊ ചോര കണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, സാർ ഷർട്ടില് ചോര. അപ്പോ മോഹൻലാല് പറയാണ് ആ സിനിമയിൽ, എന്താണ്, കർഷകനല്ലേ മാഡം, കള പറയ്ക്കാൻ പോയതാണ്. അതാണ് ഗോവിന്ദ മാഷ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വീടിനകത്തിരുന്നു കൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത സഖാക്കളെ നിങ്ങൾ കളകളാക്കി തീരുമാനിച്ച് കൊട്ടേഷൻ കൊടുത്ത് കള പറയ്ക്കാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ വെട്ട് ശോഭാ സുരേന്ദ്രന്റെ നെഞ്ചത്ത് വെട്ടണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് പരസ്യമായി ഗോവിന്ദ മാഷർക്ക് മറുപടി കൊടുക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചുവെങ്കിൽ ഞാൻ പഴമയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സാരഥികളെ വിജയിപ്പിച്ചാൽ ഒരാളും ചോദ്യം ചെയ്യാൻ വരില്ല. കാരണം യഥാർത്ഥ സോഷ്യലിസം നടപ്പിലാക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകുമ്പോ ആദ്യത്തെ തീരുമാനം, ഒരുപക്ഷെ ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്, ആദ്യത്തെ തീരുമാനം അമ്മമാരുടെ മടിശീലയിൽ പണം ഉണ്ടാകണം. സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. പെൺകുട്ടികളോടും നരേന്ദ്രമോദി പറഞ്ഞു, ആൺകുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാർ മാത്രമല്ല, ചെറുപ്പക്കാരികളോടും അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട് അന്വേഷിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ വരികയാണ്. നമ്മുടെ രാജ്യം 11ാമത്തെ സ്ഥാനമായിരുന്നു നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക മേഖലയിൽ. 10 രാജ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 11ാമത്തെ സ്ഥാനം. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായി ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു വന്നപ്പോ ലോകത്തിന്റെ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി പറഞ്ഞു, ഇതാ ഭാരതത്തിന്റെ കുതിച്ചുചാട്ടം. എല്ലാ രാജ്യങ്ങളും നമ്മളെ ഉറ്റുനോക്കി. അമേരിക്കയുടെ ട്രംപ് നോക്കി, ജപ്പാനിൽ നിന്നുള്ളവർ നോക്കി, അതുപോലെ തന്നെ ചൈനയും നോക്കി, അവസാനം റഷ്യയും നോക്കി. നമ്മുടെ രാജ്യത്തെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി 11ാം സ്ഥാനത്ത് നിന്ന ഭാരതം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഉലക നായകന്റെ ഭരണത്തെ തുടർന്ന് 4ാം സ്ഥാനത്ത്, ലോകത്തെ 4ാമത്തെ രാഷ്ട്രമായി സാമ്പത്തിക മേഖലയിൽ ഉണർന്നു നിൽക്കുകയാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്, ഞാൻ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ പദ്ധതി സ്വച്ഛ് ഭാരതാണ്. എന്നാണ് പ്രഖ്യാപിച്ചത്? പെൺകുട്ടികൾക്കും അമ്മമാർക്കും വെളിക്കിരിക്കാൻ വേണ്ടി 4 മണിക്ക് മനുഷ്യർ എണീക്കാത്ത സമയത്ത് നോക്കിയിട്ട് ടോയ്ലറ്റ് ഇല്ലാത്ത നാട്ടില് കക്കൂസും കുളിമുറിയും ഇല്ലാത്തവർ അങ്ങനെ പൊന്തക്കാടുകളിൽ പോയി പ്രാഥമിക കൃത്യനിർവഹണം നടത്തിയിരുന്ന ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുള്ള ഇന്ത്യയുടെ ഭരണകൂടത്തെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ ലോകത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
പിണറായി വിജയൻ പേര് മാറ്റി ഹരിത കേരളം എന്നാക്കി മാറ്റി. ആ ഹരിത കേരളത്തിന് വരുന്ന ഫണ്ട് മുഴുവൻ നരേന്ദ്രമോദിയുടെ ഫണ്ടാണ്. കൊടുക്കുന്നില്ലേ? ആ സ്വച്ഛ് ഭാരത് പദ്ധതി, നമ്മുടെ സുകന്യാ സമൃദ്ധി പദ്ധതി, നമ്മുടെ മാതൃവന്ദനം പദ്ധതി, നമ്മുടെ ഇന്ദ്രധനുഷ് യോജന പദ്ധതി, നമ്മുടെ അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് പൊതുനിരത്തിലേക്ക് എവിടെ വേണമെങ്കിലും റോഡ് വെട്ടാനുള്ള ഗ്രാമീണ സടക്ക് യോജന പദ്ധതി, നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ചെറുപ്പക്കാരികളും ടെക്നോളജിസ്റ്റുകളും വന്ന് അന്താരാഷ്ട്ര നൗക പഠിച്ച് അത് ലോക രാജ്യങ്ങൾക്ക് പോലും കൊടുക്കാൻ തന്റെ ടെക്നോളജിസ്റ്റുകളുടെ നാടാക്കി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. അമേരിക്കയും റഷ്യയും ഉൾപ്പെടെ. ട്രംപിന്റെ അസുഖം എന്താണ്? ട്രംപിന് എന്താണ് നരേന്ദ്രമോദിയോട് ദേഷ്യം? നരേന്ദ്രമോദിയോട് ട്രംപിന് തോന്നുന്ന അസ്വാരസ്യം എന്ന് പറയുന്നത് ഒരു പറമ്പ് കച്ചവടക്കാരനായിരുന്നു ട്രംപ്. ട്രംപ് അധികാരത്തിൽ വന്നു. പറമ്പ് കച്ചവടക്കാരന് മുഖ്യമന്ത്രിയാകാൻ പറ്റും, കേന്ദ്രമന്ത്രിയാകാൻ പറ്റും, അന്താരാഷ്ട്ര തലത്തിലുമാവാൻ പറ്റും. ട്രംപ് എന്റെ സുഹൃത്താണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ ട്രംപ് ചില പേപ്പറുകൾ കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. അമേരിക്കയിൽ ചെന്നപ്പോ കെട്ടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ച് നരേന്ദ്രമോദിക്ക് സുഖകരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ തീരുമാനിച്ചപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കില്ല. മാത്രവുമല്ല, എനിക്ക് എന്റേതായിട്ടുള്ള പോളിസികളുണ്ട്. പേപ്പർ വായിച്ചപ്പോ തന്നെ നരേന്ദ്രമോദിക്ക് ഇഷ്ടമായില്ല. ആ പേപ്പർ വായിച്ചപ്പോ അതിൽ നമ്മുടെ നിരവധിയായിട്ടുള്ള രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ തകർക്കുന്ന രീതിയിൽ ചില രേഖകളിൽ, പേപ്പറുകളിൽ ഒപ്പുവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, സോറി ട്രംപ്, എനിക്ക് സാധിക്കില്ല. അപ്പോ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോ ട്രംപ് പറഞ്ഞു, അതെന്താ കുഴപ്പം, വേറെ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? വേറെ പല രാജ്യങ്ങളും പലതും ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഇന്ത്യയിലെ 125 കോടിയിൽ പരം വരുന്ന ജനങ്ങളുടെ കാവൽക്കാരനാണ്, ഞാൻ സേവകനാണ്. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു പേപ്പറിൽ പോലും ഞാൻ സിഗ്നേച്ചർ ഇടില്ല, ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ ലോകാരാധനായിട്ടുള്ള നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് 50% ടാക്സ് തീരുവ അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ എന്തായി? ഇപ്പൊ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കാൻ നരേന്ദ്രമോദിയോട്, എന്താ ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്നാണ്. അപ്പൊ മോദിജി പറയുകയാണ്, കുറച്ച് പണികളൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, സമയമായില്ല പോലും എന്നാണ് ഇപ്പൊ പറയുന്നത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ റഷ്യയുമായിട്ട് നമ്മൾ ചർച്ച നടക്കുകയാണ്. 8 കരാറുകളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അപ്പൊ 8 കരാറുകളിൽ വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുമായിട്ട് ഒപ്പുവെക്കുമ്പോ ആ കരാറുകൾ വായിച്ചു നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരിശോധിക്കും, പഠിക്കും, ഇത് രാജ്യത്തിന് അപകടമാണോ, ഇത് രാജ്യത്തിന് ഗുണകരമാണോ, ഇത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണോ, ഇത് ശാസ്ത്രജ്ഞന്മാർ അറിവും പഠിപ്പും വിവേകവുമുള്ള മനുഷ്യരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എത്രയോ ആളുകളുമായി ഓൺലൈൻ സംവിധാനം വഴി ഇന്ററാക്ഷൻ നടത്തി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് ചെന്ന് ഒരു പ്രസംഗം പോലും നടത്തുന്നത്. അങ്ങനെയുള്ള നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി 300-ലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അല്ലെ, കിട്ടിയോ നിങ്ങൾക്ക്? തലവീര ജനങ്ങൾക്ക് തലവീരെന്താ 70 വയസ്സ് കഴിഞ്ഞ ആരുമില്ലേ? 70 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനോ വൃദ്ധയോ, ഒരു അമ്മൂമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ, വാർദ്ധക്യപ്രായമുള്ളവർ നിങ്ങളുടെ വീടുകൾക്കകത്തുണ്ടെങ്കിൽ അവരുടെ അസുഖത്തിന് ചികിത്സിക്കാൻ നരേന്ദ്രമോദി ഗ്യാരണ്ടി. ഒരു പൈസയും വേണ്ട. ആ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചേർന്ന് ആ പദ്ധതി വേണ്ട എന്ന തീരുമാനം ഈ കേരളത്തിന്റെ മണ്ണിൽ എടുത്തിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, അവർക്ക് യഥാർത്ഥത്തിൽ പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടോ, താല്പര്യമുണ്ടോ? ഇപ്പൊ പെൻഷൻ വർദ്ധിപ്പിച്ചു. ജിതിൻ പ്രസംഗിച്ചു എന്ന് എനിക്കറിയില്ല. ഇവിടെ പെൻഷൻ വർദ്ധിപ്പിച്ചു കേരളത്തിൽ. എപ്പോഴാണ് വർദ്ധിപ്പിച്ചത്? മറിയക്കുട്ടി ചേട്ടത്തി പിച്ചച്ചട്ടിയുമായി കേരളത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി. കേരളത്തിൽ പാവപ്പെട്ടവർ പെൻഷൻ കിട്ടാതെ മാസങ്ങൾ പെൻഷൻ മുടങ്ങിക്കിടന്ന കേരളത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെൻഷൻ ഇരട്ടിയാക്കി. എന്താ കാരണം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ആമിനത്താത്തയുടെയും അതുപോലെ തന്നെ കാളിയമ്മയുടെയും ഒക്കെ വോട്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാൻ വേണ്ടി പെൻഷൻ തുക വർദ്ധിപ്പിച്ചപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കൊടുക്കാനാണ് തീരുമാനം. അത് കഴിഞ്ഞാൽ ചക്കിയും ചങ്കരനും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങളെ കബളിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എവിടെ നിന്നാ പെൻഷന് കാശ്? ഖജനാവിലുണ്ടോ? കേരള ഖജനാവിലുണ്ടോ? ഉണ്ടെങ്കിൽ
നിർമ്മല സീതാരാമനെ കാണാൻ KV തോമസ് മാഷയുടെ നേതൃത്വത്തിൽ പോയില്ലേ കേരള ഹൗസിൽ ചായ കുടിക്കാൻ? KV തോമസ് മാഷ് പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ, പഴയ കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിന്റെ നിരവധിയായിട്ടുള്ള ചുമതലകളിൽ പ്രവർത്തിച്ച് അവസാനം കോൺഗ്രസിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന് പിണറായി വിജയനുമായി കൂട്ടുകൂടിയിട്ട് ഡൽഹിയിൽ ഇരിക്കുകയാണ് തോമസ് മാഷ്. ആ തോമസ് മാഷിന്റെ നേതൃത്വത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ കണ്ടിട്ട് കോടികൾ വാങ്ങിക്കൊണ്ടുവന്നു കേരളത്തിലേക്ക്. ആ കോടികളുടെ തിണ്ണമെടുക്കലാണ് ഇപ്പൊ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പൂജ്യം എഴുതാൻ അറിയില്ല, കോമ ഇടാൻ അറിയില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാല് തോന്നുന്ന പോലെ കണക്ക് കൊടുത്താൽ പണം തരാൻ സൗകര്യം ഉണ്ടാവില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ തന്റേടിയായിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് ഈ രാജ്യത്തിന്റെ മന്ത്രിയെങ്കിൽ കണക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ പണമെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ഈ പണമെല്ലാം ചെയ്തത്? കാർഷിക മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത കോടികൾ എവിടെ? ഇവിടുത്തെ സാംസ്കാരിക മേഖലയിൽ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ വേണ്ടി കൊടുത്ത പണം, ഐശ്വർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്ത ആയിരക്കണക്കിന് കോടി രൂപ, ഇവിടെ IITക്ക് ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി എത്രയോ നാളായി IIT അനുവദിച്ചു. IITക്ക് ഒരു സ്ഥലവുമില്ല, ഒരു സ്ഥലവും ഏറ്റെടുത്ത് കൊടുക്കുന്നതിന്റെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രാജ്യം എല്ലാ മേഖലകളിലും ഉണർന്ന് വളർന്ന് തെളിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ കൂടെ നിൽക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്താ കാരണം? കാരണം നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ആ കേരള നിയമസഭയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. എണീറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അന്ന് രാത്രി VD സതീശൻ പിണറായി വിജയനെ വിളിച്ചിട്ട് പറയും, വിജയേട്ടാ ഞങ്ങൾ നിയമസഭയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ലേ? കാരണം എന്താ? BJP-കാരൻ ഇതെല്ലാം പുറത്തു പറയില്ലേ? അങ്ങനെ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയനെ കാണുമ്പോൾ ചില ആളുകൾ എണീറ്റ് നിന്ന് കണക്ക് ചോദിക്കുകയും എന്നാൽ കോടതി മുമ്പാകെ പോകേണ്ട കേസുകളിൽ ഒത്തുതീർപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് കേരളം നിയമസഭ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുകയാണ്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു. എന്നെ തോൽപ്പിച്ചത് ജനങ്ങളല്ല, കോൺഗ്രസ്സുകാരാണ്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പില് ആർക്കും അറിയാത്ത ഒരു കോൺഗ്രസ്സുകാരനെ എനിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കി. ആ കോൺഗ്രസ്സുകാരനെ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനെ കഴക്കൂട്ടത്ത് നിർത്താതെ കടകംപള്ളി സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മത്സരിക്കുമ്പോ ആരും അറിയാത്ത ഒരു ലാലിനെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മറിച്ചു കൊടുത്തു. ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പോയി. സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി 2 മുന്നണികൾ ഒന്നായി. കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ വേണ്ടി 2 മുന്നണികൾ ഒന്നായി. അങ്ങനെ 6-ലധികം വരുന്ന ഞങ്ങൾ, എന്നെയും എന്റെ സഹപ്രവർത്തകന്മാരെയും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തോൽപ്പിച്ചു. ഞങ്ങൾ ഒരു 1/2 ഡസൻ ഇപ്പോ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കാട്ടളപ്പാടി പൊളിച്ചവരെയൊക്കെ അവിടെ എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ? പക്ഷേ ജനങ്ങൾ വിജയിപ്പിക്കാൻ പരിശോധിക്കുമ്പോഴും ഞങ്ങളെ പരാജയപ്പെടുത്തി നിയമസഭയുടെ പുറത്തു നിർത്തി. ആർക്കാ നഷ്ടം? നഷ്ടം കേരളത്തിനാണ്. ആർക്കാ നഷ്ടം ഉണ്ടായത്? കേരളത്തിന്. കാരണം വടക്കുന്നാഥൻ അല്ലെ, സാക്ഷാൽ വടക്കുന്നാഥൻ മഹാദേവൻ തൃശ്ശൂരിലാണ്. ആ തൃശ്ശൂരിലിരിക്കുന്ന വടക്കുന്നാഥൻ കാറാമ്പുഴ ഭഗവതിയെ വിളിച്ചു ചോദിച്ചു, ഭഗവതി തിരുവാഭരണം എല്ലാം അവിടെ തന്നെ ഉണ്ടോ? ഒരു ആൾ എഴുതിയതാണ് ഫേസ്ബുക്കിൽ. അപ്പോ ഭഗവതി പറഞ്ഞു, എന്റെ ആഭരണങ്ങൾക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ഏറ്റുമാനൂരപ്പനൊന്ന് വിളിക്കണം. അപ്പൊ ഏറ്റുമാനൂരപ്പനെ വിളിച്ചു. ഏറ്റുമാനൂരപ്പൻ പറഞ്ഞു, എന്റെ പകുതിയും പോയി. ഏറ്റുമാനൂരിലെ അപ്പന്റെ പകുതി തിരുവാഭരണങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പൊ ഏറ്റുമാനൂരപ്പൻ പറഞ്ഞു, എന്റെ പകുതി പോയി, പകുതി ബാക്കിയുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, കൊട്ടാരക്കര ഗണപതി ഉണ്ണിഗണപതിയുടെ കാര്യം എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണിഗണപതി പറഞ്ഞു, എന്നാ പിന്നെ ഒരു ഉപായം എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ആഭരണങ്ങൾ, വിശേഷാൽ ദിവസം അണിയുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് നമുക്ക് ബാങ്കിൽ വെച്ചാലോ എന്ന് ഉണ്ണിഗണപതി ആരോട് ചോദിച്ചു? ഗുരുവായൂരപ്പനോട് ഉപായം ചോദിച്ചു. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഉണ്ണി എന്റെയും പലതും കാണാനില്ല, എല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മൾ ബാങ്കിൽ വെക്കാൻ തീരുമാനിച്ചാൽ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒന്നില്ലാതെ അടിച്ചു മാറ്റി കൊണ്ടുപോകുമെന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു എന്ന്
ആ ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ എഴുതിയതുപോലെയാണ് ഇന്ന് അയ്യപ്പൻ തെളിയിച്ചു കൊടുത്തില്ലേ. മഹാസംഗമല്ലേ വിളിച്ചത്? ഇടതുഭാഗത്ത് വെള്ളാപ്പള്ളി അല്ലെ, വെള്ളാപ്പള്ളി സാർ ഇടതുഭാഗത്ത്, വലതുഭാഗത്ത് സുകുമാരൻ സാറ്, പിന്നെ പിണറായി വിജയൻ. എന്താണ് ഭഗവത്ഗീത എന്നറിയാത്ത ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത് എന്ന് തുടങ്ങുന്ന ആ ശ്ലോകങ്ങളിൽ ഒന്നുപോലും ഒരിക്കൽ പോലും ചൊല്ലാത്ത പിണറായി വിജയൻ തത്തക്കം പൊത്തക്കം എന്ന് പറഞ്ഞ് 2 വരി ഭഗവത്ഗീതയിലെ വരികൾ കാണാതെ പഠിച്ച് അവിടെ ചൊല്ലുന്നത് ഞാൻ നിങ്ങളും കണ്ടു. അപ്പൊ അയ്യപ്പസ്വാമി അങ്ങനെ കയ്യും കെട്ടിയിരിക്കുകയാണ്. അയ്യപ്പസ്വാമി പറഞ്ഞു, ഉലടകളായിട്ടുള്ള സ്ത്രീകളെ പോലീസുകാരന്റെ യൂണിഫോമില് നീ എന്റെ ശബരിമലയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും വാസവനും അതുപോലെ തന്നെ വാസുവും ഉൾപ്പെടെയുള്ള പത്മകുമാറും ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് എന്റെ കട്ടിള പൊളിച്ചിട്ടാണ് അയ്യപ്പന്റെ മഹാസംഗമം നടത്തി നിൽക്കുന്നതെങ്കിൽ നഗ്നനാക്കുമെന്ന് അയ്യപ്പസ്വാമി പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ കണ്ടത് അയ്യപ്പനെ വരെ കളവ് ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ. ആ കമ്മ്യൂണിസ്റ്റുകാരന് ഇനി വേണോ നിങ്ങളുടെ വോട്ട്? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള കർഷകൻ ആലപ്പുഴയിലെ പ്രസാദിനെ മറക്കരുത്. വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ ആലപ്പുഴയിലെ പ്രസാദ് ചെയ്ത തെറ്റെന്താണ്? ആലപ്പുഴയിലെ പ്രസാദ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കും. കർഷകനാണ്. ഗോവിന്ദമാഷ് പറഞ്ഞ കർഷകനല്ല. പാടത്തെ കൊത്തിക്കളച്ച് അവിടെ തന്റെ ഉൽപ്പന്നം ഉണ്ടാക്കി നെല്ല് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് പോയി ഇവിടത്തെ ഗവൺമെന്റിന് നെല്ല് കൊടുക്കുമ്പോ ഗവൺമെന്റ് റെസീറ്റ് എഴുതി കൊടുക്കുകയാണ്. ആ റെസീറ്റുമായിട്ട് ബാങ്കിൽ പോകണം. ഒരിക്കൽ പോലും 5 ലക്ഷം രൂപ കടമെടുക്കാത്ത പ്രസാദ് ബാങ്കിന്റെ മുന്നില് കടമെടുപ്പുകാരനെ പോലെ തന്റെ നെല്ല് വിറ്റതിന്റെ കൂലിക്ക് വേണ്ടി യാചിച്ചു നിന്ന് മടുത്തിട്ടാണ് ആ പ്രസാദ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിന്റെ മണ്ണിൽ മരിച്ചുപോയില്ലേ? ഒന്നില്ല നിങ്ങൾ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മധ്യപ്രദേശിൽ 20 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ആ മധ്യപ്രദേശിലെ ജനങ്ങൾ മുഴുവൻ മാമൻ എന്ന് വിളിക്കുന്ന ജനകീയനായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനെ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്ററാക്കി അഗ്രികൾച്ചറിന്റെ ഒരിക്കലെങ്കിലും പോയോ നമ്മുടെ ചേർത്തലക്കാരൻ മന്ത്രി പ്രസാദ് ഒന്ന് കാണാൻ, കേരളത്തിലെ പ്രശ്നങ്ങൾ പറയാൻ, കേരളത്തിന് ആവശ്യമായി കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഒരിക്കൽ പോലും പോയില്ല. ഞാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയെ കാണാൻ 3 തവണ പോയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ്, ഒരെളുപ്പ വഴിയില്ല, MLA-മാർ വേണം. MLA-മാരും MP-മാരും ഇല്ലാതെ എങ്ങനെയാണ് കേരളത്തിലേക്ക് കോടികൾ ഞാൻ തരുന്നത്? നിയമസഭ അംഗീകരിക്കണ്ടേ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന കേരളത്തിലെ കാർഷിക വകുപ്പ് മന്ത്രി CPI-കാരൻ ചേർത്തലക്കാരൻ പ്രസാദ് ഒരു പ്രൊജക്ട് പോലും കൊടുത്തിട്ടില്ല. പ്രസാദിനെ ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പ്രസാദ് ആള് പാവാണ്. എങ്ങനെ കൊടുക്കും? മുഖ്യമന്ത്രി തമ്പുരാനല്ലേ പിണറായി വിജയൻ. തമ്പുരാൻ കൽപ്പിക്കണ്ടേ? തമ്പുരാൻ കൽപ്പിച്ചാൽ മാത്രമേ ക്യാബിനറ്റ് മിനിസ്റ്ററാക്കാൻ കേരളത്തിൽ നിന്നൊരു മന്ത്രിക്ക് പോകാൻ പറ്റൂ. അപ്പൊ തമ്പുരാൻ കൽപ്പിക്കാത്തത് കൊണ്ട് ആലപ്പുഴയിലെ പ്രസാദ് ഉൾപ്പെടെ പാലക്കാടിലെ കർഷകർ ഉൾപ്പെടെ ആത്മഹത്യയുടെ മുനമ്പ് തേടി നിൽക്കുന്ന ഈ കേരളത്തിൽ ഇനിയും സാധാരണക്കാരനെ ചതിച്ച പിണറായി വിജയന്റെ പാർട്ടി അധികാരത്തിൽ വരണമെന്നാണ് ഇവിടുത്തെ കോരനും കാളിയും ഷാജഹാനും ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളില്ലാത്ത വീടുകൾ തന്നെയാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഭാര്യയെ ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ച് ഏത് വീട്ടിലുണ്ട് കുട്ടികൾ? ചെറുപ്പക്കാരെല്ലാം പോവല്ലേ? റഷ്യയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, ചൈനയിലേക്ക് പോകുന്നു, ഏത് ഉഗാണ്ടയിലേക്ക് വരെ പോകാൻ അവർ തയ്യാറാണ്. എന്താ കാരണം? ഒരു തൊഴിലില്ല, ജോലി ചെയ്യാൻ സംവിധാനമില്ല, വ്യവസായ വളർച്ചയില്ല, സാമ്പത്തിക മേഖല അത് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസ മേഖല തകരുകയാണ്. വിദ്യാഭ്യാസ മേഖല മറ്റു സംസ്ഥാനങ്ങളെ പോലെയാണോ? ആയിരുന്നോ? കേരളത്തിന്റെ 1-ാം നമ്പറിൽ നിന്നിരുന്ന കേരളം എന്താ സ്ഥിതി? നമ്മളെ ആരിഫ് ഖാൻ പറഞ്ഞില്ലേ, മുൻ ഗവർണർ, ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂട് മുടിച്ചു ഈ ഗവൺമെന്റ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം റോഡിലിറങ്ങുമ്പോ അദ്ദേഹത്തെ തടയാൻ ആർഷോ പോയി. ആർഷോയ്ക്ക് പഠിക്കണ്ട, പരീക്ഷ എഴുതണ്ട, ആർഷോ തീരുമാനിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെയോ ആർക്കും, കമ്മ്യൂണിസ്റ്റുകാർക്ക്, DYFIക്കാർക്ക്, SFIക്കാർക്ക്, പണക്കാരന്റെ മക്കൾക്കാർക്കും ഇവിടെ പരീക്ഷ എഴുതണ്ട. എന്താ? വാഴക്കൊലയും ചങ്ങമ്പുഴയും തിരിച്ചറിയാത്ത ചിന്താ ജെറോമിന് കിട്ടി ഡോക്ടറേറ്റ്.
അത് കിട്ടിയപ്പോ ഷാജുഖാൻ പറഞ്ഞു എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ്. അപ്പൊ ഷാജുഖാനും കൊടുത്തു ഒരു ഡോക്ടറേറ്റ്. അപ്പോ ആലത്തൂരിലെ MP പറഞ്ഞു എനിക്ക് കെമിസ്ട്രിയിൽ ഒരു ഡോക്ടറേറ്റ് വേണം. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് വേണമെങ്കിൽ ലാബോറട്ടറിയിൽ പോയി പഠിക്കണ്ടേ, വേണ്ടേ? ലാബിൽ പോണ്ടേ, ക്ലാസ്സിൽ ഇരിക്കണ്ടേ? അല്ലാതെ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടുമോ? അപ്പോ നമ്മുടെ തൃശ്ശൂർക്കാരി ബിന്ദു ടീച്ചർ പറഞ്ഞു മോനെ ബിജു, നിനക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറേറ്റ് തന്നാൽ പോരെ എന്നാണ് ബിന്ദു ടീച്ചർ ചോദിച്ചത്. ബിന്ദു ടീച്ചർ എങ്ങനെ മന്ത്രിയായി? വിജയരാഘവൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാദസേവ ചെയ്തു കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന് കാല് കഴുകി കൊടുത്തു. അവിടുത്തെ അഴിമതിക്കാരനായ ശ്രീരാമകൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിച്ചു. മന്ത്രി ജലീൽ കള്ളക്കടത്ത് നടത്തിയപ്പോൾ ജലീലിനെ സംരക്ഷിക്കാൻ കൂട്ടുനിന്നു. അതിന്റെ പേരിൽ കിട്ടിയതാണ് ബിന്ദു ടീച്ചർക്ക് മന്ത്രിപ്പണി. യോഗ്യതയുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ എത്രയോ സ്ത്രീകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിജയരാഘവന്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അങ്ങനെ ബിന്ദു ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കിട്ടി, എല്ലാവർക്കും ഡോക്ടറേറ്റ് കിട്ടി. ആർഷോ നമ്മുടെ പോലീസിനെതിരെ തിരിഞ്ഞു. പോലീസിനോട് യോഗ്യാണ്, നല്ല പോലീസുകാരുണ്ട്, നല്ല നട്ടലുള്ള ആർജവമുള്ള നരേന്ദ്രമോദിയെ സ്നേഹമുള്ള പോലീസുകാരൊക്കെ ഇപ്പൊ കേരള പോലീസ് സേനയിലെ കലമാണി. അപ്പോ ആർഷോനെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ ആർഷോ ഉന്നതനായിട്ടുള്ള പോലീസുകാരനെ നോക്കിയിട്ട് പറയാണ് എന്താണ്? കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കഴുകിക്കോളണമെന്ന് ഒരു നാണം കെട്ട രാഷ്ട്രീയക്കാരൻ പറയുമ്പോ തലയിലെ തൊപ്പി ഊരിയിട്ട് അവന്റെ മുന്നിൽ അരിവാട്ടുട്ടിയെ പോലെ വളഞ്ഞു നിൽക്കുന്ന പോലീസ് സേവന്മാരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ എങ്ങനെ ആഭ്യന്തര വകുപ്പ് നന്നായി മുന്നോട്ട് പോകും? എങ്ങനെ ഈ നാട് നന്നാവും? ഈ നാടിലെ ആഭ്യന്തര വകുപ്പ് നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ നാടിനെ സ്നേഹിക്കുന്ന ആത്മാഭിമാനമുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവർ ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ വരണ്ടേ? അങ്ങനെ വരണമെങ്കിൽ MLA-മാരെ സൃഷ്ടിക്കണമെങ്കിൽ തഴവ പഞ്ചായത്തിലെ ജനാധിപത്യ വിശ്വാസികളോടുള്ള എന്റെ അപേക്ഷ ഒരു പ്രാദേശിക തലത്തിലുള്ള ഭരണകൂടത്തെ നിങ്ങൾ സൃഷ്ടിച്ചു തരണം. അങ്ങനെ നിങ്ങൾ സൃഷ്ടിച്ചു തരാൻ തയ്യാറാണെങ്കിൽ ജിതിൻ പറഞ്ഞില്ലേ കോൺഗ്രസുകാര് ഒന്നുമല്ല തഴവ പഞ്ചായത്തിലെ, അവർ ഇന്ത്യയിലെ ഒന്നുമല്ല. കാരണം ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് അല്ലെ? കഴിഞ്ഞ തവണ 1.5% വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനം ഭരണം നമുക്ക് നഷ്ടമായത്. 1.5%. എല്ലാ മൂർഖൻ പാമ്പ് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഹിമാചൽ പ്രദേശില് വോട്ടെടുപ്പിന് വേണ്ടി തയ്യാറായി 1.5% കിട്ടി. ശരി, കിട്ടി, ഞങ്ങൾ അംഗീകരിച്ചു. ഹിമാചൽ പ്രദേശ് ഉണ്ട്, കർണാടകയുണ്ട്, പിന്നെ എവിടെയുണ്ട്? ഉത്തർപ്രദേശ് നമ്മൾ ഭരിക്കുന്നു, മധ്യപ്രദേശ് ഭരിക്കുന്നു, നമ്മൾ ഛത്തീസ്ഗഡ് ഭരിക്കുന്നുണ്ട്, മണിപ്പൂർ ഭരിക്കുന്നുണ്ട്, ഡൽഹിയിലെ മുഖ്യമന്ത്രി നമുക്കുണ്ട്. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഗുജറാത്ത് ഉണ്ട്, എണ്ണി പറഞ്ഞാൽ 16 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ സ്ഥാനാർത്ഥികളാകാൻ നിയോഗിക്കപ്പെട്ട നിങ്ങൾ നരേന്ദ്രമോദി പിടിച്ചിട്ടുള്ള കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ടാണ് തഴവ പഞ്ചായത്തിലെ ഓരോ വീടുകളിലേക്കും നിങ്ങൾ കയറി ചെല്ലുന്നത്. നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ കാര്യമല്ല, അശ്വമേധയാഗമാണ് നമ്മൾ നടത്തുന്നത്. അത് വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ സെമി ഫൈനലാണ്. ആ സെമി ഫൈനലിൽ നിങ്ങൾ ഓരോരുത്തരെയും വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് അപേക്ഷിക്കാൻ അറിയില്ല, എനിക്ക് കാര്യങ്ങൾ പറയാനേ അറിയൂ. തഴവയിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരും നല്ല കോൺഗ്രസുകാരും നല്ല ലീഗുകാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് അപേക്ഷിക്കാൻ പറ്റിയവരല്ല കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും. നമുക്ക് തഴവയിലെ ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ നാടിനെ മാറ്റണം. നമ്മുടെ കുട്ടികൾ ഈ സംസ്ഥാനത്ത് തന്നെ ജീവിക്കാൻ ആവശ്യമായ, ജോലി കൊടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാകണം. ഇവിടെ നല്ല വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ കണ്ടോ, വിഴിഞ്ഞം പോർട്ടുണ്ടായി തിരുവനന്തപുരത്ത്. ആരാ നേട്ടമെടുക്കാൻ പോകുന്നത്? നിങ്ങൾ അറിഞ്ഞോ? നേട്ടമെടുക്കാൻ പോകുന്നത് പിണറായി വിജയനല്ല, നമ്മുടെ കേരളമല്ല. തിരുവനന്തപുരത്ത് ഒരു യോഗം ചേർന്നു, പത്രക്കാരെല്ലാം പങ്കെടുത്തു. BJP-യുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പോയി, കോൺഗ്രസിന്റെ മുൻ മന്ത്രി ശിവകുമാർ വന്നു, പിന്നെ ബർമുഡായിട്ട് നമ്മുടെ കുഷ്യൻ ഉള്ള കസേരയിൽ തന്നെ തലകറങ്ങി വീണ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ചേർന്നിരുന്നു ഒരു യോഗം. ആ യോഗത്തിൽ തിരുവനന്തപുരത്തെ വലിയ വിചക്ഷണന്മാർ പങ്കെടുത്തു. അവര് പറഞ്ഞു, വിഴിഞ്ഞം പോർട്ടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി നൽകാൻ, ഭൂമി വേണ്ടേ? കപ്പൽ വന്നെടുക്കുമ്പോ കപ്പലിൽ നിന്ന് ചരക്ക് മാറ്റണമെങ്കിൽ റിംഗ് റോഡ് വേണ്ടേ? ആ റിംഗ് റോഡ് ഉണ്ടാക്കാൻ, ഭൂമി ഏറ്റെടുക്കാൻ നാളിതുവരെ പരിശ്രമിച്ചിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി.
ആരാ ചെയ്യുന്നത്? തമിഴ്നാട്ടുകാരൻ സ്റ്റാലിൻ തൂത്തുക്കുടിയിൽ സ്ഥലം ഏറ്റെടുത്തു. തമിഴ്നാട്ടിലെ വിഴിഞ്ഞത്തെ ഉപയോഗിക്കാനും സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ജോലി തമിഴ്നാട്ടിലേക്ക് കിട്ടാനും എല്ലാ സംവിധാനങ്ങളും സ്റ്റാലിൻ ഒരുക്കി കഴിഞ്ഞു. ആ സ്റ്റാലിന്റെ നാട്ടില് ആപ്പിൾ ഫോൺ കമ്പനി വരുന്നു. അവിടെ മൊബൈലിന്റെ വിവിധ 11 മൊബൈൽ കമ്പനികൾ വരുന്നു. വലിയ വലിയ കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകുന്നു. ആ സംവിധാനം എല്ലാം ഉണ്ടാകുമ്പോൾ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി പിണറായി വിജയൻ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത പണത്തിന്റെ ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയി കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോകുമ്പോ ചുമതല ആർക്കും കൊടുക്കില്ല. ഒരു വകുപ്പ് മന്ത്രിയെയും വിശ്വാസമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇരുന്ന് കേരളത്തെ ഭരിക്കും. തീരെ വയ്യ ആൾക്ക്. രോഗം എന്താണെന്ന് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രോഗമാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിക്ക് അസുഖമുണ്ടായി. ഗോവയിൽ മനോഹർ പരീക്കർ, ഡൽഹി IITയിൽ വലിയ രീതിയിൽ റാങ്ക് വാങ്ങി ജയിച്ച, കേന്ദ്രത്തിൽ അഭിമാനമായിരുന്ന പരീക്കർ, അദ്ദേഹത്തിന് രോഗബാധിതനായപ്പോ പരീക്കർ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഗോവയിലെ ജനങ്ങളോട് പരീക്കർ പറഞ്ഞു, ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. എന്റെ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് മറ്റൊരാളെ ഞാൻ ആ നിയോഗം ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ തന്റേടിയായിട്ടുള്ള മനോഹർ പരീക്കറിനെ ഓർമ്മയുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? നിങ്ങൾക്ക് എന്താണ് രോഗമെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് കുവൈത്തിൽ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ദുബായിൽ പോകുന്നത്? അപ്പൊ പറയുന്നതാണ് ആളുകളുടെ പണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. ആന്ധ്രാക്കാരൻ, ഗുജറാത്ത്, കർണാടക, നമ്മുടെ ഹരിയാന എല്ലാ സ്ഥലത്തും 30,000 കോടിക്ക് മുകളിലേക്ക് സംവിധാനം വന്നു കഴിഞ്ഞു. അവരുടെ മുഖ്യമന്ത്രിമാർ അങ്ങോട്ട് പോയിട്ടല്ല അവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. കേരളമോ? കേരളത്തിൽ ആകെ കിട്ടിയിട്ടുള്ളത് 3,300 കോടി ഉറുപ്പിയാണ്. 3,300 കോടി ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ അമേരിക്കയിൽ പോകുന്നത്? 3,300 കോടി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോ 3 കോടിയിൽ പരം ജനസംഖ്യയുള്ള നമ്മുടെ സംസ്ഥാനം പോലെ മാത്രം മനുഷ്യരുള്ള ഹരിയാനയിൽ അവിടെ 29,000 കോടി രൂപ ജനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. എന്താണ് അതിനർത്ഥം? വ്യവസായ സൗഹൃദമല്ല കേരളം. എങ്ങനെയാവും? ഞാൻ നിർത്തുകയാണ്. കക്കൂസിനെതിരെ സമരം, ട്രാക്ടറിനെതിരെ സമരം, ഫോണിനെതിരെ സമരം, കമ്പ്യൂട്ടറിനെതിരെ സമരം, AC-ക്കെതിരെ സമരം. ഈ സമരമെല്ലാം നടത്തി നിങ്ങൾ നാട് മുച്ചൂട് മുടിച്ചു. എന്നാൽ പിണറായി വിജയൻ പോകുമ്പോ പിണറായി വിജയന്റെ സെക്രട്ടറിയുടെ 2 കൈയിലും ആപ്പിൾ ഫോണാണ്. കമലയുടെ പോക്കറ്റിൽ 2 പോക്കറ്റിലും ആപ്പിൾ ഫോണാണ്. അവർക്ക് സ്വകാര്യ വിമാനങ്ങളിൽ പോകാം. അവർക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ വയ്യ. അവർക്ക് ഫോണില്ലാതെ ജീവിക്കാൻ വയ്യ. അവർക്ക് AC മുറിയില്ലാതെ AKG സെന്ററിലെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കണം. പാവപ്പെട്ടക്കാരന്റെയും കാളിയുടെയും ഷാജഹാന്റെയും പാപ്പച്ചന്റെയും മക്കൾ പഠിക്കാൻ പാടില്ല. ഈ പുലാബ് സിന്ദാബാദ് വിളിക്കണം. പറ്റിയാൽ MDMA കച്ചവടത്തിന് പോകണം. അതല്ലേ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്? ചേരികളിൽ താമസിക്കുന്ന, കോളനികളിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ കുട്ടികളെ വഴിതെറ്റിച്ച് അവന് പഠിക്കാൻ സംവിധാനം ഒരുക്കാതെ, അവന്റെ മസ്തിഷ്കം മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ എന്തിനാ പറയുന്ന MV രാഘവനെ കൊല്ലാൻ ഗുണ്ടകളെ പറഞ്ഞയച്ചില്ല. MV രാഘവൻ ചെയ്ത തെറ്റെന്താ? സ്വാശ്രയ കോളേജ് കൊണ്ടുവന്നു. അങ്ങനെ MV രാഘവനെ കൈകാര്യം ചെയ്യാൻ കൊട്ടേഷൻ ടീം പോകുമ്പോ പിണറായി വിജയന്റെ മകള് സ്വാശ്രയ കോളേജില്, മാതാ അമൃതാനന്ദമയി അമ്മയുടെ കോളേജില് 4 മണിക്ക് എണീറ്റ് ഓം ഭൂർഭുവസ്വഃ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ശാന്തി 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 എന്നുള്ള ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് വീണമോളിരുന്ന് പഠിക്കുകയാണ്. കേരളത്തിലെ പാവപ്പെട്ടവരുടെ മക്കളോട് പറഞ്ഞു സ്വാശ്രയ കോളേജ് വേണ്ട, സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ റാങ്ക് വാങ്ങിയിട്ടല്ല അമേരിക്കയിൽ പോയത് പിണറായി വിജയന്റെ മകനാണോ? അല്ല. അഴിമതിയുടെ നിധി കാട്ടുന്ന ഭൂതമാണ് വിവേക മകൻ. പിണറായി വിജയൻ പറയാണ്, എന്റെ മകന്റെ പേര് പറഞ്ഞാൽ കേസ് കൊടുക്കും. എന്റെ മകൻ എന്താ? നിങ്ങളുടെ മകന് കൊമ്പുണ്ടോ? നിങ്ങളുടെ മകന്റെ ജോലി എന്താണ്? നിങ്ങളുടെ മകന്റെ അമ്മായിയപ്പന്റെ ജോലി എന്താണ്? നിങ്ങളുടെ മകൻ വീണയുടെ ജോലി എന്താണ്? ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞു, അതായത് ഡൽഹിയിൽ ഒരു അമ്മായി ആന്റി മകനും മകൾക്കും വേണ്ടി അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ ഒരു അമ്മായി അച്ഛൻ പിണറായി വിജയൻ മന്ത്രി റിയാസിന് വേണ്ടിയിട്ട് അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനാണ് ഈ യാത്രകൾ.
ഞാൻ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, കോൺഗ്രസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാത്തത്, കോൺഗ്രസ് വിമുക്ത ഭാരതം അത് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നുമല്ലാതായി മാറി. കോൺഗ്രസിന് ഇനി നരേന്ദ്രമോദിക്കോ BJPക്കോ പകരം വെക്കാൻ ആണുങ്ങളില്ല മക്കളെ. കോൺഗ്രസിനകത്ത് അഖിലേന്ത്യാ തലത്തിൽ നിന്നുള്ള അവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ആന്ധ്രയിലെ ഭാരതീയ ജനതാ പാർട്ടിക്കാരനായി, ആസാമിന്റെ ഏറ്റവും വലിയ നേതാവ് ഹിമന്ത BJPയുടെ മുഖ്യമന്ത്രിയായി, പ്രിയപ്പെട്ടവരെ ഉത്തരാഖണ്ഡിലെ അവരുടെ നേതാവ് മുൻ മുഖ്യമന്ത്രി നമ്മുടെ പാർട്ടിക്കാരനായി, പഞ്ചാബിലെ അമരീന്ദർ സിംഗ് കോൺഗ്രസുകാരൻ നമ്മുടെ പാർട്ടിക്കാരനായി, ഈ കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ കരുണാകരന്റെ മകൾ പത്മജ ചേച്ചി നമ്മുടെ പാർട്ടിക്കാരിയായി, ഈ രാജ്യത്ത് കേന്ദ്ര തലത്തിൽ വലിയ മന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നമ്മുടെ പാർട്ടിക്കാരനായി, ജിതേന്ദ്ര എന്ന് പറയുന്ന UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടിക്കാരനായി, കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ BJPക്കാരനായി. ഇപ്പോ കോൺഗ്രസിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് വേണ്ടി കൊടി പിടിച്ചവർക്ക്, കോൺഗ്രസിനെ തലയിൽ കൊണ്ട് നടന്നവർക്ക് ഇന്ന് കോൺഗ്രസിനെ മാറ്റിവെച്ചുകൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസനത്തിന്റെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. രാജ്യം രക്ഷപ്പെടുന്നു. ഈ നാടിന്റെ മുന്നോട്ടുള്ള പോക്ക് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ കാലാംശത്തിലൂടെ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സ്നേഹനദികളായിട്ടുള്ള കോൺഗ്രസുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, ഒരു 48 മണിക്കൂർ സമയം ആഭ്യന്തര വകുപ്പിന്റെ കസേര നമുക്ക് അടിയന്തരമായി വേണം. ആ അടിയന്തരമായി ആഭ്യന്തര വകുപ്പിന്റെ കസേര കിട്ടണമെങ്കിൽ പ്രാദേശിക തലത്തിൽ വിജയം ഉണ്ടാകണം, MLA ഉണ്ടാകണം. നിങ്ങളുടെ കൂടി ശക്തി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഇവിടുത്തെ എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, സ്ഥാനാർത്ഥികൾ, അവരുടെ താമരയാണ് അവരുടെ ചിഹ്നം. ആ താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തറവിൽ ഒരു പഞ്ചായത്ത് ഭരണം അവരെ ഏൽപ്പിച്ചാൽ എന്റെ പ്രസംഗം കേൾക്കുന്ന സുഹൃത്തുക്കൾ ചോദിക്കും, ആരാണ് ഗ്യാരണ്ടി? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉൾപ്പെടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ, സംസ്ഥാന പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഞങ്ങളാണ് ഗ്യാരണ്ടി. തറവ പഞ്ചായത്തിന്റെ ഭരണത്തിന് ആ ഭരണം നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, വികസനത്തിന്റെ പൂമഴ സൃഷ്ടിക്കാൻ തറവ പഞ്ചായത്തിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ 41 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ നടത്താൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് വെക്കാൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കഴിവുകളുണ്ടെങ്കിൽ, നിങ്ങൾ വിജയിപ്പിച്ച് കഴിവുകളുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം. കാരണം എന്താണ്? ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു വർഷം കൊണ്ട് എന്തെല്ലാം പദ്ധതികളാണോ സ്ഥാനാർത്ഥികൾ വിജയിച്ച മെമ്പർമാർ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മുന്നിൽ ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് അവതരിപ്പിക്കാൻ തയ്യാറെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തലവിയിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ താമരയിൽ NDAയുടെ ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ച് ഇവിടെ നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിനും സംസാരിക്കാൻ അവസരം കിട്ടിയതിനും നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കാതോർത്തുകൊണ്ട് എല്ലാവർക്കും തറവയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുഴുവൻ എന്റെ സഹപ്രവർത്തകന്മാർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, മംഗളം നേർന്നുകൊണ്ട് സർവേ സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേത് എന്നുള്ള മംഗള ശ്ലോകം ഏത് അമേരിക്കയിലെ ക്രിസ്ത്യാനിക്ക് സുഖമുണ്ടാകരുത് എന്നല്ല, പാകിസ്ഥാനിലെ മുസ്ലിമിന് സുഖമുണ്ടാകല്ലേ എന്നല്ല, ഈ നാട്ടിലെ, ഈ ലോകത്തെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് കണ്ടുകൊണ്ട് RSSകാരനായ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തെ ഭരണകൂടം അധികാരം കയ്യിൽ കിട്ടിയപ്പോ ഒരു മുസൽമാനായിട്ടുള്ള രാജ്യസ്നേഹിയായ ഡോക്ടർ അബ്ദുൽ കലാമിനെ ഞങ്ങളുടെ രാഷ്ട്രപതിയാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. നല്ലവരായ മുസൽമാൻ സുഹൃത്തുക്കൾ ഭാരതീയ ജനതാ പാർട്ടിയെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയാണ്. തൃശ്ശൂരിലെ മുംതാസ് നമ്മുടെ പാർട്ടിയാണ്. നസീറ നമ്മുടെ പാർട്ടിയാണ്. താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിലൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് അബ്ദുള്ള കുട്ടിയുടെ പാർട്ടിയാണ്, നജ്മ ഹത്തുള്ളയുടെ പാർട്ടിയാണ്, ഇത് പ്രിയപ്പെട്ടവരെ മുക്ത റബാഷ് നഖ്വിയുടെ പാർട്ടിയാണ്. ഈ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ് BJP. ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല. ഈ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും SDPI കാരൻ എന്ന് പറയുന്ന ഭീകരവാദി